உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன் தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க. நேத்திக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன். அப்பவும் என்னால உங்களை பார்க்க முடியல. എനിക്ക് ഒരുപാട് ജോലിയില്ല കമലം. സമയത്ത് ഒരിടത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. என்ன வேலை இருந்தாலும் எனக்கு ஒரு டெலிபோன் பண்ணக்கூடாதா? തിരക്കിനിടയിൽ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. കമലം എന്തിനാ എന്നെ അന്വേഷിച്ചത്? ஒரு சந்தோஷமான சமாச்சாரம் உங்ககிட்ட சொல்லத்தான். പറയൂ, എന്താണ്? நான் உங்க குழந்தைக்கு தாயாக போறேன். ஏன் பேசாம இருக்கீங்க? இதுல உங்களுக்கு சந்தோஷம் இல்லையா? ഇല്ല, ഇപ്പോഴത് വേണ്ടായിരുന്നു. വിധവയായ നീ പ്രസവിക്കുന്നത് നിനക്ക് അപമാനമല്ലേ? നിന്റെ ബന്ധുക്കൾ എന്ത് പറയും? നമ്മുടെ സൊസൈറ്റി എന്ത് പറയും? எனக்கு நீங்க இல்லையா? எனக்கு என் சிவன் இருக்கே. ഞാൻ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ. நீங்க என் கணவராகணும். அதுக்கு நீங்க என்ன கல்யாணம் பண்ணிக்கணும். என் கணவன் இறந்த பிறகு நான் உங்களைத்தானே கணவனா நினைச்சிருக்கேன். ஏன் என்ன கல்யாணம் பண்ணிக்கிறதுல உங்களுக்கு இஷ்டம் இல்லையா? അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. സുധാ, നീ വിഷമിക്കണ്ട. എന്തുണ്ടായാലും ഞാനില്ലേ. കമലത്തിന് ഞാൻ ചതിക്കുവോ? നിനക്കെന്റെ വിശ്വാസമല്ലേ? വിശ്വാസം ഇருக்கு. അവൾ മരിച്ചു. ആരെ? സോഫി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ട് പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീപിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. നീ സഹതപിക്കുകയാണോ? എടാ രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന അറിയാം? അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കും. ഞാൻ എന്റെ വിരലം നനയ്ക്കാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല. എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്. മുത്തുകൃഷ്ണ, ഇവളെ പിടിച്ച് പുറത്താക്ക. ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും. അത് എന്റെ അവസാനത്തെ വരവായിരിക്കും. മോളെ, ഇവിടെ വരുന്ന ശിവനെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? നല്ലവനാണ്. എന്നെ പോലെ തന്നെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് അവൻ വളർന്നു വലിയവനായത്. മോളെ, അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ എന്ത് പറയുന്നു? മോളെ, അവൻ എന്റെ മരുമകനാകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ നിന്റെ ഭർത്താവാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എനിക്ക് ധൃതിയില്ല. നീ നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഹലോ. എന്താ മോളെ? ഡാഡി പറഞ്ഞ കാര്യം എനിക്കിഷ്ടമാണ്.
എന്താണെങ്കിലും എന്നോട് പറയാം. പറയൂ. ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതെ, വാട്ട് യു സേ? താങ്കൾക്ക് ഇഷ്ടമാണോ? മിസ്റ്റർ മേനോൻ, എന്റെ ഇഷ്ടവും ഇഷ്ടക്കേട് നോക്കേണ്ട കാര്യമില്ല. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാ. അങ്ങയുടെ മകൾ യമുനയ്ക്ക് ഇത് ഇഷ്ടമാണോ എന്നാ അറിയേണ്ടത്. അവൾക്ക് എപ്പോഴേ സമ്മതമാണ്. പിന്നെ ആർക്കാ സമ്മതമില്ലാത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹോണർ ഫോർ മീ. താങ്ക് യു. ഞാനിപ്പോൾ that means I take it as എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി. എനിക്ക് ആലോചിക്കാൻ ആരുമില്ല. well, then I contact you later. ഓക്കെ then. Bye. ഹലോ കമലം. ഞാനാ ശിവൻ. ഞാന് വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ? ഓ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? ഞാൻ മറന്നുപോയി. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. நீங்க என்னமோ சொல்லணும்னு சொன்னீங்களே, என்ன விஷயம்? പറയാം കമലം, നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഈ മദ്രാസ് ഞാൻ വണ്ടി ഇറങ്ങിയത് വെറും കൈയോടെ. എന്നെ ഇന്നത്തെ ശിവനാക്കിയത് നീയാണ്. നിന്നെ മറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും எதுக்காக இப்ப இதெல்லாம் சொல்றீங்க? ഇപ്പോഴേ അത് പറയാം. അത് പറയാൻ പറ്റിയ സമയം ഇതാണ്. ഇനിയൊരിക്കലായാൽ എനിക്കത് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. നിനക്ക് വിഷമം തോന്നരുത്. ഞാനത് പറയുമ്പോ നിനക്ക് വിഷമം തോന്നും. പക്ഷേ ഇപ്പോഴത് പറയാതിരുന്നാൽ നീ കൂടുതൽ വിഷമിക്കും. நீங்க சொல்றது ஒண்ணுமே எனக்கு புரியல. നാം തമ്മിൽ പിരിയാൻ സമയമായി. ശിവാ, എന്നെ സഹായിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള പണം മുഴുവനും അതിന്റെ പലിശയോടെ നിനക്ക് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. எனக்கு உங்க பணம் தேவையில்லை, நீங்க தான் வேணும். എന്നെ മാത്രം ആവശ്യപ്പെടരുത്. എന്നെ ആരെങ്കിലും അവകാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. என் வயசுல வளர்றது உன்னுடைய குழந்தை சிவா. സുമതി, സോറി കമലം.